ആരും സൽഗുണപൂർണരല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മിൽ ഇനിയും ക്രിസ്തുഭാവം ഉരുവായിട്ടില്ലെന്ന് പറയാം. സ്നേഹിത, യേശുവിൻ്റെ ശിഷ്യന്മാർ കുറവുകൾ ഉള്ളവരായിരുന്നു. ആകാശത്ത് നിന്ന് തീ ഇറക്കി ഒരു പട്ടണം മുഴുവൻ നശിപ്പിക്കാൻ നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചവരും, മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാതറുത്തവനും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ കുറവുകളോടുകൂടി തന്നെ അവരെ അവസാനത്തോളം സ്നേഹിക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാലും അവരുടെ കുറവുകളോടുകൂടി അവസാനത്തോളം അവരെ സ്നേഹിക്കാൻ നമുക്കും കഴിയണം. എന്നാലേ നമ്മൾ ക്രിസ്തു ഭാവമുള്ളവരായി മാറൂ. ഇനി അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. എന്തെന്നാൽ വേദപുസ്തകം പറയുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല.